അപകടം സംഭവിക്കുന്നത് വരെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ശരീരം ഫിറ്റാവുന്നതും ഹാർട്ട് ഫിറ്റാവുന്നതും രണ്ടും തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇങ്ങനെ ശരീരം ഫിറ്റായവർക്കും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹാർട്ടിന്റെ വാണിങ്ങുകൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സർസൈസ് ചെയ്യുന്ന ഭൂരിപക്ഷ ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹാർട്ട് അതുവഴി ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ്. എക്സർസൈസ് എന്ന് പറയുന്നത് ഹൃദയാരോഗ്യത്തിന്റെ ഒരു വശം മാത്രമാണ്. ഹാർട്ടിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നതല്ല, നിങ്ങൾ എത്ര എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഭാരം എടുത്ത് പൊന്തിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല നിങ്ങളുടെ ഹാർട്ടിന്റെ ആരോഗ്യം അളക്കുന്നത്. ആ ഭാരം പൊക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് എത്രത്തോളം എഫിഷ്യന്റ് ആണ്, സ്മൂത്ത് ആണ് എന്നുള്ളതാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നല്ല പവറുള്ള വില കൂടിയ ഒരു ലക്ഷറി കാർ പോലെയാണ്. ആ കാറിന്റെ പെയിന്റ് പുതിയതാണ്, അതിന്റെ ബോഡി ടയർ എല്ലാം നല്ല ഭംഗിയുണ്ട്, നല്ല സ്ട്രോങ് ആണ്. ഇതാണ് നമ്മുടെ ശരീരം, മസില്, ഫിറ്റ്നസ്. എന്നാൽ ഈ കാറിന് ഒരു എഞ്ചിൻ ഉണ്ട്, അതാണ് നമ്മുടെ ഹൃദയം. പലപ്പോഴും കാറിന്റെ പുറമെയുള്ള ഭാഗം നല്ല തിളക്കാണെങ്കിലും ഉള്ളിലുള്ള എഞ്ചിൻ കേടായിരിക്കാം. അങ്ങനെയുള്ള കാർ കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷേ ലോങ് റൂട്ടിൽ പോവുക അതല്ലെങ്കിൽ വലിയ ചുരക്ക് കയറുകയാണെങ്കിൽ എഞ്ചിൻ പണി പാളും. ഇതുപോലെയാണ് ജിമ്മിലൊക്കെ പോയിട്ട് നല്ല ഫിറ്റ് ആയ ആളുകൾക്കും പലപ്പോഴും അവരുടെ എഞ്ചിൻ ആയ ഹൃദയത്തിന് സംഭവിക്കുന്നത്. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ അസുഖങ്ങളെ മറച്ചു പിടിക്കാൻ ഈ എക്സർസൈസിനും ഫിറ്റ്നസിനും സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 മുന്നറിയിപ്പ് അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ഷീണം വരിക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബോഡി മൊത്തത്തിൽ ക്ഷീണം ഇല്ലാതാവാണ് വേണ്ടത്. പക്ഷേ ചില ആളുകൾക്ക് ദിവസം മുഴുവൻ ക്ഷീണം വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് കോഫി കഴിക്കാൻ തോന്നുകയാണ്, തലവേദന വരികയാണ്, ഉന്മേഷം കുറയാണ്. ഇതിനൊക്കെ അർത്ഥം കാറിന്റെ ഹൃദയമാകുന്ന എഞ്ചിൻ ഇന്ധനം പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഹാർട്ടിന്റെ ശക്തി കുറയുന്നുണ്ടാവാം, ഹൃദയ രക്തധമനികളുടെ രക്തയോട്ടം കുറയുന്നുണ്ടാവാം. രണ്ടാമത്തത്, നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോഴുള്ള മിടിപ്പിന്റെയും പൾസിന്റെയും എണ്ണം 1 മിനിറ്റിൽ 80 കൂടുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പാർക്കിംഗിൽ നിർത്തിയിട്ട ഒരു കാറിന്റെ എഞ്ചിൻ വെറുതെ ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എഞ്ചിൻ ഓഫ് ആവുന്നില്ല. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എപ്പോഴും ഒരു 60-70 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നല്ല അത്ലറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് 50 വരെ എത്തിയെന്നിരിക്കാം. എന്നാൽ ഹൃദയമിടിപ്പ് 80 കൂടുതലാണെങ്കിൽ അതിനർത്ഥം ഹാർട്ട് ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ഹൃദയത്തിന് റെസ്റ്റ് കിട്ടുന്നില്ല, അത് ഹൃദയത്തിന് ഒരു സ്ട്രെസ് കൊടുക്കുകയാണ്. മൂന്നാമത്തത്, ചെറുതായിട്ട് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ കിതപ്പ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. പല ഫിറ്റായ ആളുകൾക്കും എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ സാധിക്കും, പക്ഷേ 2-3 നില സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ കിതപ്പ് അനുഭവപ്പെടുകയാണ്. ഇതിനർത്ഥം നിങ്ങളുടെ കാർ നിരപ്പായ റോഡിലൂടെ എത്ര വേണമെങ്കിലും ഓടിക്കും, പക്ഷേ തിരക്കുള്ള ട്രാഫിക്കിൽ ഇടയ്ക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വണ്ടിയുടെ എഞ്ചിൻ ചെറിയ ചെറിയ മാറ്റങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നില്ല, ഹൃദയവും ശ്വാസകോശവും തമ്മിലുള്ള ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട്. നാലാമത്തെ അടയാളം, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ BP ക്രമാതീതമായിട്ട് കൂടുക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും എക്സർസൈസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ BP കൂടണം. എന്നാൽ വളരെ കൂടിയ അളവിൽ BP ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 200 അളവിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അത് നോർമൽ അല്ല. അതിനർത്ഥം നിങ്ങളുടെ രക്തധമനികൾ വളരെ സ്റ്റിഫ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം, രക്തയോട്ടത്തിന് തടസ്സങ്ങൾ സംഭവിക്കുന്നുണ്ടാവാം. ഓരോ പ്രാവശ്യം ഇങ്ങനെ BP കൂടുമ്പോഴും നിങ്ങളുടെ രക്തധമനികൾക്ക് അത് കേടുവരുത്തുന്നുണ്ട്. അഞ്ചാമത്തെ അടയാളം, എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഹൃദയമിടിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക, അതല്ലെങ്കിൽ ECGയിൽ മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ്. ഇങ്ങനെ ECGയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ എഞ്ചിന്റെ ഉള്ളിൽ നിന്നും അപകടമുള്ള ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്. വളരെ സൂക്ഷിക്കണം. എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് മിടിപ്പ് വളരെ ക്രമാതീതമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ അരിത്മിയ എന്ന് പറയുന്ന ഹൃദയത്തിലെ അസുഖത്തിന്റെ അടയാളമാവാം. നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം, പ്രത്യേകിച്ച് അതിന്റെ കൂടെ തലകറക്കം വരുന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രാവിലെ എണീറ്റ ഉടനെ ബെഡിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 1 മിനിറ്റ് കൊണ്ട് എണ്ണി കണക്കാക്കുക. അത് എഴുതി വെക്കുക. ഒരാഴ്ച തുടർച്ചയായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. സ്ഥിരമായിട്ട് നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 80 മുകളിലാണെങ്കിൽ ചിലർക്കെങ്കിലും ഒരു ഡോക്ടറെ കാണേണ്ടി വന്നേക്കാം. രണ്ടാമതായിട്ട്, എക്സർസൈസ് ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഷ ഒന്ന് മനസ്സിലാക്കുക. കിതപ്പ് വരുന്നുണ്ടോ, മിടിപ്പ് കൂടുന്നുണ്ടോ, നെഞ്ചിൽ അസ്വസ്ഥത വരുന്നുണ്ടോ, തലകറക്കം തോന്നുന്നുണ്ടോ, അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നുണ്ടോ, ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടുക. മൂന്നാമതായിട്ട്, 40 വയസ്സിന് ശേഷമാണ് എക്സർസൈസ് ആരംഭിക്കുന്നതെങ്കിൽ ഒരു ഹാർട്ട് ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം വ്യായാമം തുടങ്ങുക.